പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. 2 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം വേണിയുടെ വീട്ടിലേക്കാണ് കുഞ്ഞുമായി വന്ന്. താഴെ വേണിയുടെ മുറി കുഞ്ഞിന് കൂടി വേണ്ടിയുള്ളതാക്കി മാറ്റിയിരുന്നു. കുഞ്ഞിന് വേണ്ടിയുള്ള ഉടുപ്പുകളും മറ്റും വെക്കാനായി അലമാരയുടെ ഒരു വലിയ ഭാഗം ഒഴിച്ചിട്ടുണ്ട്. അവിടെ അച്ഛനും അച്ഛമ്മയും അമ്മമ്മയും അപ്പൂപ്പനും മാമനും ഒക്കെ വാങ്ങിയ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ മരം കൊണ്ട് പണിയിച്ച നല്ലൊരു തൊട്ടിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ നല്ല വൃത്തിയുള്ള വിരിച്ചിട്ടുണ്ട്. കൂടാതെ അമൽ വാങ്ങിച്ചു വെച്ച കുറച്ച് ഡോളും കളിപ്പാട്ടങ്ങളും മേശയ്ക്ക് മുകളിലും കാണാം. വേണി കുഞ്ഞുമായി റൂമിലേക്ക് വന്നു മുറിയിലെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ചു. പതിയെ കുഞ്ഞിനെ ബെഡിലേക്ക് എടുത്തിക്കൊണ്ട് അവൾ അടുത്തിരുന്നു. കുഞ്ഞ് നല്ല ഉറക്കമാണ്. ഹോസ്പിറ്റൽ മുതലേ നല്ല ഉറക്കമാണ് കക്ഷി. വീടെത്തിയൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാവരും കുഞ്ഞിന്റെ ഉറക്കം നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്ന് കുറച്ചു നേരം. പിന്നെ ശല്യം ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി. ഹർഷൻ മാത്രം എല്ലാവരും ഇറങ്ങിയപാടെ ഡോറൊന്ന് ചേർത്തടച്ചുകൊണ്ട് വേണിയുടെ അടുത്തേക്ക് ഇരുന്നു. അവർക്ക് ഒറ്റയ്ക്കൊരു സമയം കിട്ടിയിരുന്നില്ല. ഹോസ്പിറ്റലൊന്നും തന്നെ. അവനടുത്തേക്കിരുന്നോ വേണി പതിയെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഹർഷൻ ഒരു കൈകൊണ്ട് വേണിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മൂർധാവിലൊന്ന് മുത്തി. ശരിക്കും വാവ ഹർഷൻ ചേട്ടനെ പോലെ തന്നെയാ, എന്റെ ഒരു ചായയില്ല. അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്നവനോട് കുശുമ്പോടെ പറഞ്ഞു വേണി. ഹർഷൻ പതിയെ ചിരിച്ചു. അത് കേൾക്കുമ്പോൾ അവനും വലിയ ഗമ തോന്നുന്നുണ്ടെന്നാണ് സത്യം. നോയിക്കോ, അടുത്ത വാവ എന്നെ പോലെ ആവും. അവന്റെ ചിരി കാണെ അവൾ തെല്ലൊരു വാശിയോടെ പറഞ്ഞു. ഹർഷൻ അതിന് പക്ഷെ ഒന്നും മിണ്ടിയില്ല. ഇനിയൊരു കുഞ്ഞെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഈ ഒരൊറ്റ അനുഭവം അവനെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. വേദനിക്കുന്നുണ്ട് എവിടെയും? അവൻ ചോദിച്ചപ്പോൾ വേണിയില്ലെന്ന മട്ടിൽ കണ്ണടച്ച് കാണിച്ചു. പിന്നെ തിരിഞ്ഞുകൊണ്ട് അവനെ തിരികെ പുണർന്നുകൊണ്ട് അവന്റെ ഗന്ധം ശ്വസിച്ചു. ഹർഷൻ വെറുതെ വേണിയുടെ മുടിയിലൂടെ തഴുകിക്കൊണ്ട് അങ്ങനെയായിരുന്നു. അമ്മയും കുഞ്ഞും വീട്ടിലെത്തിയിൽ പിന്നെ കാണാൻ വരുന്നവരുടെ തിരക്ക് തന്നെയായിരുന്നു. അയൽക്കാരും ബന്ധുക്കളും വേണിയുടെയും ഹർഷന്റെയും സഹപ്രവർത്തകരൊക്കെയായി എന്നും ഒത്തിരി പേരുണ്ടാവും. മിക്കപ്പോഴും എല്ലാവരും വരുമ്പോൾ ഹർഷനും വീട്ടിലുണ്ടാവും. മെറ്റേണിറ്റി ലീവ് കഴിയും വരെയും ഹർഷൻ മറ്റെവിടെയും പോകാതെ വീട്ടിൽ തന്നെയായിരുന്നു. എപ്പോഴും കുഞ്ഞിനെ എടുത്തും താലോലിച്ചൊക്കെ അവൻ അച്ഛനെന്ന ആ സ്ഥാനം ശരിക്കും ആസ്വദിക്കുകയും അറിയുമായിരുന്നു. മറ്റുള്ളവരുടെ കാര്യം വ്യത്യസ്തമല്ല. പുതുതായി വന്ന ആ കുഞ്ഞു മനുഷ്യരിലേക്ക് ഓരോരുത്തരുടെ ജീവിതവും ശീലങ്ങളും ഒക്കെ മാറി വന്നു. രാധിക ഹർഷനും താമസം തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റിയ മട്ടാണ്. രാധിക പകൽ വല്ലപ്പോഴും പോയി വീടടിച്ചു വാരി തുടച്ചിടും. ഹർഷൻ ജോലി കഴിഞ്ഞാൽ നേരെ ഇങ്ങ് പോരും. പിന്നെ രാത്രി കിടക്കാൻ നേരം പോയെങ്കിലായി. അതുവരെ കുഞ്ഞിച്ചക്കന്റെ കൂടെ ആവും. സന്ധ്യ വേണിയെയും കുഞ്ഞിനെയും നോക്കാനായി ലോങ് ലീവ് തന്നെ എടുത്തിരിക്കുകയാണ്. ഇപ്പൊ ലീവ് എടുക്കാൻ വേണ്ടിയാണ് സന്ധ്യ പ്രസവത്തിന് മുമ്പ് ഒത്തിരി ലീവ് ഒന്നും എടുക്കാതിരുന്നത്. ഷാജീവിന്റെ ഹോട്ടലൊക്കെ വിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിയ മട്ടാണ്. ആൾക്കിപ്പോൾ ഹോട്ടലിൽ പോകാനൊന്നും വലിയ താല്പര്യമില്ല. അത്യാവശ്യങ്ങൾക്ക് പോവുകയല്ലാതെ ബാക്കിയെല്ലാം ജോലിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അമലിനായിട്ട് നല്ല അസലും മടിയും. അവനിപ്പോൾ തന്നെ കുഞ്ഞിച്ചക്കനെ ഡോണാക്കാനുള്ള പുറപ്പാടാണ്. കുഞ്ഞുമായുള്ള ഫോട്ടോസും വീഡിയോസും എടുത്ത് ശ്യാമിനെ അയക്കുക, അവന് വെറുപ്പിക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവന്റെ പ്രധാന വിനോദം. ശ്യാം ഇതൊക്കെ കണ്ട് പിടിവിട്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞ. എന്നും വീഡിയോ കോൾ ചെയ്ത് അവൻ കൊച്ചനെ പരിചയപ്പെടുത്തുകയാണ് കുഞ്ഞിന്. അമലിന്റെ പരിഹാസവും കളിയാക്കലും അതിന് വേറെയും. ശ്യാം അതൊക്കെ പുച്ഛിച്ച് തള്ളുന്നുണ്ടെങ്കിലും നാട്ടിലെത്തിയാൽ അവൻ അമലിനിട്ടൊന്നും പൊട്ടിക്കാനുള്ള സാധ്യതയും ഇല്ലാതില്ല. ഞായറാഴ്ച എല്ലാവരും ഉണ്ട് വീട്ടിൽ. വേണി കുളി കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയതേയുള്ളൂ. കുഞ്ഞിച്ചക്കനെ കളിപ്പിച്ചുകൊണ്ട് ബെഡിലിരിക്കുകയാണ് മാമനും അപ്പൂപ്പനും. ഹർഷൻ കോൾ ചെയ്തുകൊണ്ട് മുറ്റത്തൂടെ നടക്കുമ്പോഴാണ് ഗേറ്റിന് പുറത്തായ ഒരു ഓട്ടോ വന്ന് നിന്ന്. അവൻ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. ഗേറ്റ് മുമ്പിൽ തന്നെ ആയതുകൊണ്ട് ഇവിടേക്ക് തന്നെ ആയിരിക്കും. ഓട്ടോയിൽ നിന്നിറങ്ങിയ അങ്കിളിനെ കണ്ട ഒരു പുഞ്ചിരിയോടെയാണ് അവൻ നടന്നതെങ്കിൽ തൊട്ടുപിറകിൽ ഇറങ്ങിയ ആന്റിയെ കാണുക അവൻ അവിടെ തന്നെ നിന്നുപോയി. ഗേറ്റ് തുറന്ന് നിഷയും ഗോപനും മുറ്റത്തേക്ക് കയറി. ഗോപന്റെ മുഖത്ത് തെളിഞ്ഞ സന്തോഷം നിറഞ്ഞ ചിരിയാണെങ്കിൽ നിഷയുടെ മുഖത്ത് അതിനേക്കാൾ ജാള്യതയോ കുറ്റബോധമോ സങ്കടമോ ഒക്കെയാണ് കാണുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഹോസ്പിറ്റലിലേക്കും കഴിഞ്ഞ ദിവസം വീട്ടിലേക്കും അങ്കിളും കുട്ടികളും വന്നിരുന്നു. അപ്പോഴും ആന്റി വരികയോ ഒന്ന് കോൾ ചെയ്യുക പോലും ചെയ്തിരുന്നില്ല. വിവാഹം കഴിഞ്ഞാൽ വീട്ടിലേക്ക് അങ്കിൾ ക്ഷണിക്കുകയോ അവർ പോവുകയോ ചെയ്തിട്ടുമില്ല. വിവാഹം ക്ഷണിക്കാൻ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ്. അതിനുശേഷം ആന്റി ഇപ്പോഴാണ് കാണുന്നത്. അങ്കിള് വിളിച്ചതിലല്ലോ വരുന്ന കാര്യം. എവിടെ കുട്ടികളെ കൊണ്ടുവന്നില്ല ആന്റി? അവൻ പഴയ പ്രശ്നങ്ങളോ ഇഷ്ടക്കേടോ കാണിക്കാതെ ചോദിച്ചു. അവർക്ക് ട്യൂഷൻ ഉണ്ടാ, കൊല്ലപരീക്ഷയിലേ വരുന്നത്. ഇനിയിപ്പോ 108 കൊണ്ടുവരാം അങ്കിളാണ് പറഞ്ഞു. ഹർഷനൊന്ന് പുഞ്ചിരിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാവുമല്ലേ? ആ എല്ലാവരും ഉണ്ട്. അങ്കിളോനി കയറുവാ. അവൻ രണ്ടാളെ അകത്തേക്ക് ക്ഷണിച്ചു. എന്റെ മോളെ, ആന്റിയുടെ വിവരക്കേടിന് എന്തൊക്കെയോ പറഞ്ഞു. നീ എന്നോട് ക്ഷമിക്കണം മോളെ. ആന്റിക്ക് അന്ന് അങ്ങനെയൊക്കെ നടന്നതിലും പറഞ്ഞതിലും നല്ല സങ്കടമുണ്ട്. ഏതോ കെട്ട നേരത്ത് നിന്നെ വിഷമിപ്പിച്ചു. നിന്നെ ഹർഷനെ എടുത്തിയൊക്കെ ഞാൻ സങ്കടപ്പെടുത്തി. എത്ര ക്ഷമ ചോദിച്ചാൽ അതൊന്നും തീരില്ല എന്നറിയാം. എന്നാലും മോളത് മനസ്സിൽ വെക്കരുത്. ആന്റിക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് ചെയ്തവും പ്രവർത്തിച്ചൊക്കെ തെറ്റായിരുന്നു എന്ന്. കുറേ കാലം ദേഷ്യം വെച്ച് നടക്കുകയും ചെയ്തു. എൻ്റെ കുട്ടികളുടെ കല്യാണം കൂടാൻ പോലും ആന്റിക്ക് ഭാഗ്യം കിട്ടാൻ ഞാൻ അതുകൊണ്ടാ. മോൾ ആന്റിയോട് പൊറുക്ക്. വേണിയുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് നിഷയുടെ ക്ഷമാപണം.
വേണിയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവരുടെ വരവും വർത്തമാനവും ഒക്കെ കേട്ട് പകച്ചു നിൽക്കുകയായിരുന്നു. അയ്യോ ആന്റി, അതൊക്കെ ഞാൻ മറന്നു ആന്റി. കരയാതെ ആന്റി, എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞായി. ഇനി എന്ത് പിണക്ക. ആന്റി വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. പറഞ്ഞു വന്നപ്പോൾ വേണിയുടെ കണ്ണുകളും നിറഞ്ഞു തൂവി. മതി എന്റെ നിഷേ, കരച്ചിലൊക്കെ നിർത്തിയേ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ കുഞ്ഞിനെ നോക്കിയേ. കുറെ നേരായി അവൻ നിങ്ങൾ രണ്ടാളെയും നോക്കി കിടക്കുന്നു. എന്റെ കുട്ടിയൊന്ന് മൈൻഡ് ചെയ്തേ. വേണിയുടെയും നിഷയുടെയും സംസാരം പിന്നെയും വികാരഭരിതമാവുകയാണെന്ന് മനസ്സിലാകെ രാധിക തന്നെ അവരെ കുഞ്ഞിലേക്ക് ശ്രദ്ധ തിരിച്ചു. നിഷ കണ്ണൊക്കെ തുടച്ചുകൊണ്ട് കുഞ്ഞിനെ കാണാനായി തിരിഞ്ഞു. ബെഡിൽ കുഞ്ഞിക്കണ്ണ് കൂർപ്പിച്ചുകൊണ്ട് കിടക്കുന്നവനെ കാണെ അവരുടെ ചൊടികൾ അറിയാതെ വിരിഞ്ഞു വന്നു. ആന്റി അമ്മയുടെ പൊന്നെ. അവർ വിളിച്ചുകൊണ്ട് കുഞ്ഞിനെ കൈകളിൽ ശ്രദ്ധയോടെ വാരിയെടുത്ത് രണ്ട് കവിളിലും ഉമ്മ വെച്ചു. ബാക്കി എല്ലാവരും ആ സ്നേഹപ്രകടനം മനസ്സറിഞ്ഞ സന്തോഷത്തോടെ നോക്കി. ഗോപൻ കോൾ ചെയ്യുമ്പോഴും കാണാൻ വരുമ്പോഴുമൊക്കെ രാധിക ആഗ്രഹിക്കുന്ന കാര്യമാണ് നിഷയുടെ പിണക്കം കൂടി മാറിയിരുന്നെങ്കിലെന്ന്. എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുമ്പോൾ തന്നെയാണ് ജീവിതം പൂർണ്ണമാവുന്നതെന്ന് അവർക്ക് പിന്നെയും തോന്നി. വേണിക്കും വല്ലാത്ത സന്തോഷം തോന്നി. ഇടയ്ക്കൊക്കെ താൻ കാരണമാണോ ആന്റി പിണക്കം തുടരുന്നതെന്ന് അവളും ചിന്തിച്ചിട്ടുണ്ട്. ഗോപൻ കൂടെ നിഷയുടെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ കൈകളിലേക്ക് വാങ്ങിച്ച് കളിപ്പിക്കാൻ തുടങ്ങി. കേൾക്കണോ ഏടത്തി, ഇന്നാളൊരിക്കലും ഗീതു നമ്മുടെ വേലിക്കരികിൽ വന്നിട്ട് എന്നോട് ഹർഷനെ പറ്റി ചോദിക്കുക. ഹർഷേട്ടന്റെ കല്യാണം കഴിഞ്ഞോന്ന്. എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നില്ലേ. ഞാൻ നല്ല ആട്ടം കാട്ടി. അവിടെ ഒരു ചോദ്യവും പറച്ചിലും. നിഷ പിണക്കൊക്കെ മാറിയതും പഴയ ഫോമിലായി. രാധികയോടും കൂടെ തന്നെ മുറിക്കൽ തന്നെ ഉണ്ടായിരുന്ന എല്ലാവരോടും നോക്കിക്കൊണ്ടാണ് ഗീതുവിന്റെ കാര്യം പറഞ്ഞത്. അവളോടുള്ള എല്ലാ ഇഷ്ടക്കേടും ദേഷ്യം അവരുടെ മുഖത്ത് തെളിഞ്ഞു കാണാം. ബാക്കി എല്ലാവരും ആകാംക്ഷയോടെ നിഷയിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ വേണി തൊട്ടപ്പുറത്തന്നെ കൈകൾ നെഞ്ചിൽ പിണച്ചു കെട്ടി ചുമരിൽ ചാരി നിൽക്കുന്നവരിലേക്ക് കൂർപ്പിച്ചെന്ന് നോക്കി. അവനാവട്ടെ ആ നോട്ടം പ്രതീക്ഷിച്ച പോലെ ചുണ്ടിലെ പുഞ്ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവളെ ഏറുകണ്ണിട്ട് നോക്കുകയാണ്. വേണി ചുണ്ടുകൂട്ടിക്കൊണ്ട് തിരിഞ്ഞു. ഇനി അവൾക്ക് നമ്മുടെ കൊച്ചിന്റെ വിശേഷം അറിയായിട്ടാ. ഞാൻ പറഞ്ഞു പൊന്നുകൂടം പോലെ ഒരു കൊച്ചിനെ തന്നെ എന്റെ ഹർഷന് കിട്ടിയെന്ന്. അത് കേട്ടപ്പോൾ അവളുടെ മുഖം ഒന്ന് കാണായിരുന്നു. മോദം കാണിപ്പിച്ചൊരു പോക്ക്. നിഷ വീണ്ടും കത്തിക്കയറുകയാണ്. ആന്റി പൊന്നുകുളം പോലെ എന്ന് പറഞ്ഞപ്പോൾ വേണി വലിയ ഗമയോടെ വീണ്ടും ഹർഷനെയും നോക്കി. അവനത് ശരി വെക്കും പോലെ എന്ന് കണ്ണിറുക്കി. നിഷയുടെ ആ സംസാരത്തിലേക്ക് താല്പര്യത്തോടെ രാധികയും സന്ധ്യയും ചേർന്നോടെ മുറിയിലുണ്ടായിരുന്ന പുരുഷന്മാരെല്ലാവരും പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഗോപൻ കുഞ്ഞിനെ കൂടിയെടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. അവരൊക്കെ ചേർന്ന് ലിവിംഗ് റൂമിൽ കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങിയെങ്കിൽ അകത്ത മുറിയിൽ 3 പെണ്ണുങ്ങളും ഗീതുവിന്റെ വിശേഷം ചർച്ച ചെയ്യുകയായിരുന്നു. വേണി അതിൽ ഇടപെട്ടില്ലെങ്കിൽ വെറുതെ കേട്ടിരുന്നു. ഇന്നാണ് ശ്യാം ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നത്. ഹർഷനാണ് അവനെ കൊണ്ടുവരാനായി പോയിരിക്കുന്നത്. വീട് മുഴുവൻ വലിയ സന്തോഷത്തിലാണ്. അവൻ വരുന്ന പ്രമാണിച്ച് ഒരു സദ്യ തന്നെ ഒരുക്കുന്നുണ്ട് 2 അമ്മമാരും ചേർന്നു. സഹായങ്ങളൊക്കെയായി അമലും ഷാജിയും ഇടക്ക് കുഞ്ഞിനെ നോക്കാനും കളിപ്പിക്കാനും പോകുന്നുണ്ട് 4 പേരും. അമൽ തോരനുള്ള ക്യാബേജുമായി ലിവിംഗ് റൂമിൽ വന്നിരുന്നപ്പോൾ കുഞ്ഞുമായി വേണി അവിടേക്ക് ചെന്നിരുന്നു. പിന്നെ ചേച്ചിയും അനിയനും ഓരോ വർത്തമാനങ്ങളൊക്കെയായി അവിടെ തന്നെ കൂടി. കുഞ്ഞവിടെ വന്നിരുന്നപ്പോൾ പിന്നെ ഷാജിയും പതുക്കെ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വലിഞ്ഞു. ചിരിയും തമാശയും കുഞ്ഞിനെ കളിപ്പിച്ചുമൊക്കെ ഉച്ചയായപ്പോഴേക്കും ഊണ് തയ്യാറായി. ഹർഷനും ശ്യാമും എത്താൻ അല്പം കൂടി വൈകുമെന്നറിഞ്ഞപ്പോൾ പിന്നെ വേണിക്ക് ആദ്യം തന്നെ ചോറ് കൊടുത്തു. പിന്നെ 1/4 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാണ് ഹർഷന്റെ കാറ് വീട്ടുമുറ്റത്തേക്ക് എത്തിയത്. കാറ് വന്നതേ രാധിക മുറ്റത്തേക്ക് ധൃതിയോടെ ഇറങ്ങിച്ചെന്നു. അമ്മേ, ഞാൻ വന്നു. കോ പാസഞ്ചർ സീറ്റിൽ നിന്ന് ഒച്ചയിൽ വിളിച്ച് പോയിക്കൊണ്ട് ശ്യാം ഇറങ്ങി. ഓടി വന്ന് രാധിക അവൻ 2 കൈയും നീട്ടി ചുറ്റിപ്പിടിച്ചു. എല്ലാവരും ഒരു ചിരിയോടെ കാഴ്ച നോക്കി നിന്നു. എന്റെ കുട്ടി ആകെ ക്ഷീണിച്ചു. മുഖമൊക്കെ മെലിഞ്ഞ് കരിവാളിച്ചു പോയി. രാധിക അവന്റെ കയ്യിലും മുഖത്തൊക്കെ തലോടിക്കൊണ്ട് വിഷമത്തോടെ പറഞ്ഞു. സുഖജീവിതം നല്ലല്ലോ അമ്മേ, പട്ടിപ്പണിയല്ലായിരുന്നോ? വന്നേ, എവിടെ എന്റെ കുഞ്ഞിച്ചക്കൻ? അവൻ അമ്മയോട് പറഞ്ഞ് മെല്ലെ മുന്നോട്ടേക്ക് നടന്നു. ഉമ്മറത്ത് വേണിയുടെ കൈകളിൽ പാമ്പേഴ്സ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞിച്ചക്കനെ കണ്ടതും കണ്ണു നിറച്ചും വാത്സല്യവും കൗതുകവും ഒക്കെ അവൻ ഓടിച്ചെന്നു. കുഞ്ഞിനെ വാരിയെടുക്കും മുമ്പേ രാധികയുടെ ശബ്ദം അവനെ പിടിച്ചു നിർത്തി. വാവേ, ആദ്യം പോയി കുളിച്ചു വാ, എന്നിട്ട് കുഞ്ഞിനെ തൊട്ടാ മതി. എത്ര ദൂരെ യാത്ര ചെയ്ത് വന്നാ കുട്ടിക്ക് അസുഖം വരും. ചെന്ന് കുളിച്ചു വാ. അവൻ ദയനീയമായി തിരിഞ്ഞു നോക്കി. രാധിക കാര്യമായി പറഞ്ഞു തന്നെയാണെന്ന് മനസ്സിലാക്കി അവൻ ഹർഷനെ കൂടി അതേ മുഖഭാവത്തോടെ നോക്കി. ചെന്ന് കുളിക്ക് വാവേ, എന്നിട്ട് കുഞ്ഞിനെ എടുക്കാം. ഹർഷൻ കൂടി ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൻ ഷാജിയെയും സന്ധ്യയെയും വേണിയെയും നോക്കി. എല്ലാവരുടെ മുഖത്തും അതേ അഭിപ്രായം തന്നെയാണെന്ന് കണ്ടതും അവനൊരു നിശ്വാസത്തോടെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. അതിനിടയിൽ വാപുത്തി ചിരി അമർത്തുന്ന അമലിനെ അവനൊന്ന് ഒഴിഞ്ഞു നോക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ പറയാൻ മറന്നില്ല. ശ്യാം കുളിച്ചു കഴിഞ്ഞതേ കുഞ്ഞിച്ചക്കൻ്റെ അടുത്തേക്കാണ് വന്ന്. കൊച്ചച്ചന്റെ പൊന്നെ വാടചിക്ക. അവൻ 2 കൈയും നീട്ടിച്ചെന്ന് വേണിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാരിയെടുത്തു. കുഞ്ഞൊരു നിമിഷം അവനെ തുറച്ചു നോക്കി. അടുത്ത നിമിഷം തന്നെ ഉറക്കെ കരയാനും ആരംഭിച്ചു. കൊഞ്ചിക്കാൻ തുടങ്ങിയ ശ്യാമാവട്ടെ ആ കരച്ചിൽ കണ്ട് ചെറിയൊരു ഭയത്തോടെ വേണിയെ നോക്കി.
നിന്നെ മനസ്സിലാവായിട്ടാവും. വേണി ഒരു ചിരിയോടെ പറഞ്ഞു. അമ്മയുടെ വാവേ, ഇത് കൊച്ചച്ഛനല്ലേ? എന്താണ്? ഓ. അവൾ കരച്ചിൽ തുടരുന്നവനെ ശ്യാമിൽ നിന്ന് തിരികെ വാങ്ങി. അപ്പോഴേക്കും കുഞ്ഞിച്ചക്കന്റെ കരച്ചിൽ കേട്ട് ഷാജിയും സന്ധ്യയും രാധികയും അമലും എത്തിയിരുന്നു. എന്തിനാ കുഞ്ഞു കരയുന്നത്? എന്താ പറ്റിയേ? ഷാജിയാണ് ഒരു വെപ്രാളത്തോടെ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ച്. അതൊന്നുമില്ല അച്ഛാ, ശ്യാമി എടുത്തപ്പോ കരഞ്ഞതാ. വേണി കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നിടയിൽ പറഞ്ഞു. എല്ലാവരുടെയും നോട്ടം അകത്തൊരു മൂലയിൽ മുഖവും വീർപ്പിച്ച് നിൽക്കുന്നവരിലേക്ക് നീങ്ങി. അവന്റെ ആ ഭാവവും കുഞ്ഞിന്റെ കരച്ചിലും കാണേ അവൾക്ക് ചിരിയും വന്നു, പാവവും തോന്നി. അയ്യോ എടാ ചെക്ക, നിന്നെ ആദ്യമായിട്ട് കാണുമല്ലേ, അതാ കുറച്ച് കഴിഞ്ഞ് ശരിയായിക്കോളും. രാധിക അവനെ ആശ്വസിപ്പിക്കാനെന്നവണ്ണം പറഞ്ഞു. അമലാവട്ടെ കാരണറിഞ്ഞത് ഒരിളിയോടെ തന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്ന്. അച്ചോടാ, മാമിയുടെ കുഞ്ഞിനെ ആര് കരയിച്ച്? വാരി ചക്കരി, സാരില്ല കേട്ടോ, പോട്ടെ, വാ നമുക്ക് ടാറ്റ പോവാം. അവൻ കരച്ചിലടക്കാത്ത കുഞ്ഞിനെ വേണിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വിജയ് ഭാഗത്തോടെ ശ്യാമിനെയും നോക്കി പുറത്തേക്ക് നടന്നു. അതുകൂടെ കണ്ടതോടെ ശ്യാമിന്റെ മുഖം ദേഷ്യവും കുശുമ്പും കൊണ്ട് വീർത്തു വന്നു. അമ്മേ, വിശന്നിട്ട് പോയാ? ഇവിടെ കഴിക്കാനൊന്നുമില്ലേ? അവരാ ദേഷ്യത്തോടെ രാധികയെ നോക്കിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു. പിന്നാലെ തന്നെ 3 പേര് അവന്റെ ദേഷ്യം കൂട്ടാതെ ചെന്നു. ഹർഷൻ കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ബഹളമൊക്കെ കഴിഞ്ഞിരുന്നു. അവൻ കുളിക്കാൻ ബാത്റൂമിൽ കയറിയ നേരമാണ് ഇതൊക്കെയും നടന്നത്. കുഞ്ഞെന്തിനെ കരഞ്ഞ്? അവൻ തലതോർത്തിക്കൊണ്ട് മുറിയിലേക്ക് കിടന്നപ്പോൾ തന്നെ വേണിയോട് ചോദിച്ചു. അത് ശ്യാം എടുത്തപ്പോ കരഞ്ഞതാ, നേരിട്ട് കാണുന്ന ആദ്യമായിട്ടല്ലേ? അവനവിടെ നിന്ന് എത്തുന്നവരെയും കുഞ്ഞിനെ കാണാനെടുക്കാനൊക്കെയുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു. പാവം ചെക്കൻ. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഹാളിലേക്ക് ചെന്നു. അവിടെ ശ്യാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിക്കുന്നതിനേക്കാൾ പുറത്തേക്കാണ് ശ്രദ്ധ. ഉമ്മറത്ത് കുഞ്ഞിനെയും കൊണ്ട് അമൽ നടക്കുന്നുണ്ട്. വന്നിരിക്ക ഹർഷ, നേരെത്രയായിരുന്നു? കഴിച്ചിട്ട് മതിന് ബാക്കി. ഷാജിയും അമ്മമാരും അവനെ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലായതും ഹർഷനും കഴിക്കാൻ ചെന്നിരുന്നു. ഞാൻ അമലിനെ വിളിച്ചിട്ട് വരാം. വേണി ഉമ്മറത്തേക്ക് നടന്നു. അമലെ, ചെന്ന് കഴിക്ക്, വാവയും ഞാൻ എടുത്തോളാം. വേണി പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു. അമൽ കഴിക്കാൻ വന്നതേ ശ്യാം മുഖമൊന്ന് കൂട്ടി. അവനാവട്ടെ ഒരു കളിയാക്കൽ ചിരിയോടെ ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് ശ്യാമിനോട് പറഞ്ഞു. ശ്യാമേട്ടൻ ഇനി വാവയുടെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ നല്ലത്. ശ്യാമേട്ടൻ്റെ ലുക്ക് കണ്ടിട്ട് വാക്ക് പേടിയാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൂടെ കേട്ടതും ശ്യാം കണ്ണ് രണ്ടും കൂർപ്പിച്ച് അവനെ നോക്കി. എടാ മോനെ അമലേ, നീ കൂടുതലായിട്ട് ആളാവല്ലേ. ഇപ്പൊ നീ കളിക്കുന്നേ ആ പഴയ തേരാപാര നടന്ന ശ്യാമിനോടല്ല, സബ് ഇൻസ്പെക്ടർ ശ്യാമിനോടാ. അതൊന്നും ഓർത്തു നീ. ശ്യാമിന്റെ ആ ഡയലോഗിൽ തന്നെ അമലിന്റെ അതുവരെ ഉണ്ടായിരുന്ന ജാടമൊത്തം തീർന്നിരുന്നു. അവനൊരു ഭയത്തോടെ കുടിനീരിറക്കിക്കൊണ്ട് ശ്യാമിനെ നോക്കി. അയ്യോ ശ്യാമിട്ട്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്ന് നമ്മുടെ വാവയുടെ പേടിയൊക്കെ ഇപ്പൊ തന്നെ മാറ്റാന്നാ. ഞാൻ ശ്യാമേനെ ഹെൽപ്പ് ചെയ്യാം. ഇതൊക്കെ ചെറിയ കാര്യല്ലേ. ഒരു 1-2 മണിക്കൂർ കൊണ്ട് വാവിയേട്ടനെ ഈ ഞാൻ തന്നെ സെറ്റാക്കും, സത്യം. അവൻ അപ്പോൾ തന്നെ പ്ലേറ്റ് മാറ്റി ശ്യാമിനോട് അനുനയത്തിന് വന്നു. എന്നാന്ന് എനക്ക് കൊള്ളാം. കുഞ്ഞിനെ എടുക്കാനും കൊഞ്ചിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അമലുമായിട്ട് ഉടക്കാതെ മുന്നോട്ട് പോകാൻ ശ്യാമും തീരുമാനിച്ചു. ചുറ്റുമുള്ളവരൊക്കെയും അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ചെറുചിരിയോടെ കഴിക്കുകയാണ്. കുറച്ച് മാസങ്ങളായി തങ്ങൾ ഓരോരുത്തരും മിസ് ചെയ്താണ് ഈ ചെറിയ ചെറിയ വഴക്കുകളും ബഹളങ്ങളും ഒക്കെ. ശ്യാം കൂടെ എത്തിയതോടെ സന്തോഷം മാത്രം നിറഞ്ഞ കുടുംബമായി മാറിയിരിക്കുന്ന അവിടം. ഭക്ഷണമെല്ലാം കഴിഞ്ഞതോടെ എല്ലാവരും കുഞ്ഞിനടുത്തേക്ക് തന്നെ പോയി. അവൾ തന്നെ മുൻകൈയെടുത്ത് വാവയ്ക്ക് ശ്യാമിനടുത്തുള്ള പേടി അപരിചിത്വവും മാറ്റി. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയതും പിന്നെ ശ്യാം അവനെ മറ്റാർക്കും കൊടുക്കാതെ എടുത്തും കുഞ്ചിച്ചും അവന് ചുറ്റും തന്നെയായി. ശ്യാം വരുന്നതിന് വേണ്ടി കാത്തതായിരുന്നു കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് നടത്താൻ. അവൻ കൂടിയെത്തിയതോടെ ആ ഞായറാഴ്ച തന്നെ ചടങ്ങ് നടത്താൻ തീരുമാനമായി. കുഞ്ഞിന്റെ ആദ്യത്തെ ചടങ്ങായതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ രീതിയിൽ ആഘോഷിക്കാനാണ് എല്ലാവരുടെയും തീരുമാനം. അങ്ങനെ അച്ഛനും അപ്പൂപ്പനും കൊച്ചച്ഛനും മാമനൊക്കെ ചേർന്ന് അതിന്റെ ഒരുക്കങ്ങളിലേക്കും തിരക്കുകളിലേക്കും കടന്നു. നേരിട്ടും അല്ലാതെയായി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ക്ഷണിച്ച് അങ്ങനെ ആ ദിവസം വന്നെത്തി. വേണി ഒരുക്കുന്ന യുവാത്തിന് അവൾ ഒരുക്കിയ ബ്യൂട്ടീഷ്യൻ തന്നെയാണ്. അവരവളെ മുണ്ടുനേരിയെ തുടിപ്പിച്ച് വിവാഹാഭരണങ്ങളിൽ കുറച്ചെടുത്ത് അണിയിപ്പിച്ചു. ലൈറ്റ് മേക്കപ്പ് കൂടെ ചെയ്തൊരുക്കി. അതിനോടൊപ്പം തന്നെ കുഞ്ഞിച്ചക്കനെയും കുഞ്ഞു മുണ്ടുടിപ്പിച്ച് കണ്ണെഴുതി പൊട്ടുതൊടുവിച്ച് സുന്ദരനാക്കി. അമ്മയുടെയും മോന്റെയും ഒരുക്കം കഴിഞ്ഞ് മുഹൂർത്തമായതും ഹർഷനപ്പ അവർ പുറത്തേക്ക് വന്നു. ഹർഷനും കസവും മുണ്ടും മെറൂൺ ഷർട്ടുമായി വേണിക്കും കുഞ്ഞിന് മാച്ചായാണുള്ളത്. മുറ്റത്തെ മണ്ഡപത്തിലാണ് ചടങ്ങുകൾ. ചുറ്റും ക്ഷണം സ്വീകരിച്ചു വന്നവരെല്ലാം ഉണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരിൽ അഞ്ജന മാത്രമാണ് ഇല്ലാത്തത്. അവൾ പ്രസവമൊക്കെ കഴിഞ്ഞ പാടെ അധികം വൈകാതെ തന്നെ ഭർത്താവിനടുത്തേക്ക് തന്നെ തിരിച്ചു പോയിരുന്നു. എത്ര അകലെയാണെങ്കിലും കൂട്ടുകാരികൾ രണ്ടുപേരും എല്ലാ ദിവസവും കോളിങ്ങും ചാറ്റിങ്ങും ഒക്കെയുണ്ട്. ഇപ്പൊ വേണിയുടെ കുഞ്ഞിനെ നേരിൽ കാണാൻ കഴിയാത്തതിൽ സങ്കടമുണ്ടെങ്കിലും അമ്മയ്ക്കും കുഞ്ഞിനുമായി ഇത്തിരി ഒന്നല്ല അവൾ സമ്മാനങ്ങൾ അയച്ചിരിക്കുന്നു. കാരണസ്ഥാനത്ത് നിന്ന് വേണിയുടെ വല്യച്ഛൻ പറഞ്ഞപ്പോൾ 3 പേരും മണ്ഡപത്തിലേക്ക് ഇരുന്നു. കുഞ്ഞിച്ചക്കൻ വേണിയുടെ മടിയിലിരുന്നു കൊണ്ട് ചുറ്റുമുള്ള ആളുകളെ കണ്ണൊക്കെ മിഴിച്ച് നോക്കുന്നുണ്ട്. രാവിലെ മുതൽ വീടിനുള്ളിൽ കൂടുന്ന ആളുകളെയും ബഹളമൊക്കെ കണ്ടത് മുതലേ ചെക്കൻ വേണിയുടെ അടുത്തൊന്നും മാറിയിട്ടില്ല. ആരുടെ അടുത്തും പോകുന്നുമില്ല.
മുഹൂർത്തമായതും ഹർഷൻ വലിയച്ഛൻ പറയുന്ന അനുസരിച്ച് കുഞ്ഞിന്റെ ചെവിയിൽ നീയു ഹർഷൻ എന്ന് 3 തവണ വിളിച്ചു. പേരക്ക് മുമ്പ് തന്നെ ഒഫീഷ്യലി ഇട്ടതാണെങ്കിലും ചടങ്ങുകൾ അതുപോലെ ചെയ്യുന്നുവെന്ന് മാത്രം. ആ ചടങ്ങ് കഴിഞ്ഞതും കുഞ്ഞിന് വീട്ടുകാർ വകയുള്ള പൊന്നണിയിപ്പിക്കാൻ തുടങ്ങി. അമ്മ വീട്ടുകാർ വക അരഞ്ഞാണവും വളയുമാണ്. ഷാജിയും സന്ധ്യയും ചേർന്ന് പൊന്നരഞ്ഞാണം കുഞ്ഞിന്റെ അരയിൽ കെട്ടിയപ്പോൾ അമൽ അവന്റെ കുഞ്ഞിക്കൈയിൽ വളയിട്ട് കൊടുത്തു. പിന്നെ രാധികയും ശ്യാമും വന്ന് കഴുത്തിലൊരു കുഞ്ഞി ചെയിനും കാലുകളിൽ തളയും അണിയിച്ചു. അതിനു പിന്നാലെ മറ്റു ബന്ധുക്കൾ ഓരോരുത്തരായി വന്ന് അവരുടെ വകയായുള്ള സമ്മാനങ്ങൾ ഓരോന്നായി നൽകാനായി വന്നു. കുറച്ചു സമയം കൂടെ കഴിഞ്ഞതും ആ ബഹളമായ അന്തരീക്ഷവും കുഞ്ഞിതയെ തണിഞ്ഞിരിക്കുന്ന പൊന്നും ആളുകളുടെ തൊടലും കൊഞ്ചിക്കലൊക്കെ കൂടെ കുഞ്ഞിച്ചക്കൻ അസ്വസ്ഥനാക്കാൻ തുടങ്ങി. ഒട്ടും വൈകാതെ തന്നെ ഉറക്കെ കരയാനും തുടങ്ങി വാവ. അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കരച്ചിലടങ്ങുന്നില്ലെന്ന് കാണെ പിന്നെ വേണി കുഞ്ഞുമായി പതിയെ വീടിനുള്ളിലേക്ക് കയറി. ആളുകൾ ഓരോരുത്തരായി ഊണ് കഴിക്കാനായി വീടിന് പുറകിലെ പന്തിയിലേക്കും നീങ്ങി. വേണി മുറിയിലേക്ക് എത്തിയപാടെ കുഞ്ഞിന്റെ ദേഹത്തുനിന്ന് പൊന്നോരോന്നായി അഴിക്കാൻ തുടങ്ങി. അവൾക്ക് പിന്നാലെ തന്നെ സന്ധ്യ അകത്തേക്ക് കയറിയിരുന്നു. അവർ കൂടെ ചെന്ന് വേണിയെ സഹായിച്ചു. കൂടെ വാവയെ ആശ്വസിപ്പിക്കാനും കൊഞ്ചിക്കാനും ശ്രമിച്ചു. ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ടും കുഞ്ഞി കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. അതിൽ പിന്നെ വേണി മാറിൽ നിന്ന് നേരിയത് മാറ്റി ബ്ലൗസ് നീക്കി കുഞ്ഞിച്ചക്കനെ മാറിലേക്ക് അണച്ചു. അമ്മിഞ്ഞ പാല് നാവിലറിയാൻ തുടങ്ങിയതും പിന്നെ കരച്ചിലും അടങ്ങി. വേണിക്കും അത്രയും നേരം ഉണ്ടായിരുന്ന ആശങ്കയും സങ്കടവും മാറി മുഖം തെളിഞ്ഞു. ഹർഷൻ ക്ഷണം സ്വീകരിച്ചു വന്നെത്തിയവരോടെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് വേണിയിലും കുഞ്ഞിലും തന്നെയായിരുന്നു. ഷാജി പന്തിയിൽ നിന്ന് മുറ്റത്തേക്ക് വന്നു. അവൻ തിടുക്കത്തിൽ മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറി. വാവയുടെ കരച്ചിൽ മാറിയത് കണ്ടതും റൂമിൽ നിന്നും സന്ധ്യ ഇറങ്ങിയ പാടെ തന്നെയായിരുന്നു ഹർഷൻ വന്നതും. അവനോടെന്തോ പറയാൻ നിന്നിരുന്ന ഒരു രാധികയുടെ അടുക്കൽ നിന്നുള്ള വിളി കേട്ടതും തിടുക്കത്തിൽ അങ്ങോട്ടേക്ക് പോയി. ഹർഷൻ മുറിയിലേക്കും കടന്നു. ബെഡിൽ പിന്തിരിഞ്ഞ് കുഞ്ഞിന് പാലൂട്ടുന്നവൾ ആരോ അകത്തേക്ക് കയറിയതറിഞ്ഞു നോക്കിയപ്പോൾ ഹർഷനെ കണ്ടതും തിരിഞ്ഞ് കുഞ്ഞിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. ഹർഷൻ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവർക്കടുത്തേക്ക് ചെന്നു. പിന്നിലൂടെ വേണിയുടെ ചുമലിൽ താടിയൂന്നി അവൻ തിളക്കമേറിയ കണ്ണുകളോടെ ആ പ്രവൃത്തി വീക്ഷിച്ചു. കണ്ണൊക്കെ പൂട്ടിയാണ് കുഞ്ഞിച്ചക്കൻ പാൽ കുടിക്കുന്നത്. 2 കുഞ്ഞി കൈകളും കുടിക്കുന്നതിനോടൊപ്പം തന്നെ മാറിൽ പരതുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഹർഷന് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതാണെന്ന് തോന്നിപ്പോയി. അവൻ പിന്നെയും ആദ്യം കാണുന്ന പോലെ അത് കണ്ണിലും മനസ്സിലും പടർത്തി. തന്റെ പെണ്ണ്, തന്റെ കുഞ്ഞ്. അവൻ വിടർന്ന ചുണ്ടുകളോടെ വേണിയിലേക്ക് കൂടി നോട്ടമെയ്തു. അവിടെ അവനേക്കാൾ കുഞ്ഞിലേക്കാണ് ശ്രദ്ധ. ഹർഷൻ ചുണ്ടുകൾ കൂർപ്പിച്ച് ചുമലിൽ പതിയെ ഉമ്മവെച്ചു. വേണി തലതിരിച്ച് അവനെ നോക്കി. അതെ, എനിക്കും വേണം. കണ്ണിൽ കുറുമ്പമായി അവൻ കാതിൽ മെല്ലെ മന്ത്രിച്ചതും വേണിയൊന്ന് പിടഞ്ഞു. വേണിയുടെ ഇരുകവിളുകളും ചുവന്ന് കയറുന്ന ഹർഷൻ കൗതുകത്തോടെ നോക്കി. അത്രയും നേരം അമ്മ മാത്രമായിരുന്നവൾ തന്റെ ഒരു വാക്കിൽ ഹർഷന് കുറുമ്പേറി. അവൻ മറ്റെന്തോ കൂടെ പറയാനായവയാണ് ഫോൺ റിങ് ചെയ്തത്. ഷാജിയാണെന്ന് കാണെ അവൻ വേഗം അവളിൽ നിന്ന് അടർന്നു മാറി. വാവയുടെ കവിളിലും വേണിയുടെ നെറ്റിയിലും അരുമയായി അവനൊന്ന് ഉമ്മവെച്ചു. പിന്നെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മുറിവിട്ടിറങ്ങി. ഷാജിയോട് സംസാരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും അവൻ അല്പം മുമ്പറിഞ്ഞ അമ്മിഞ്ഞപ്പാലിന്റെ മണം ഇപ്പോഴും തനിക്ക് ചുറ്റുമുണ്ടെന്ന് തോന്നി. കുറച്ച് ദിവസങ്ങളായി തന്നെ മത്ത് പിടിപ്പിക്കുന്ന മണം. ദിവസങ്ങൾ എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നത്. ശ്യാം വന്നിട്ട് 2 ആഴ്ച 2 ദിവസങ്ങൾ പോലെയാണ് കടന്നുപോയത്. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അവൻ SI ആയി ജോലിയിൽ കയറേണ്ടതാണ്. പുതിയ സ്റ്റേഷൻ തൊട്ടടുത്തുമല്ല. അതുകൊണ്ട് തന്നെ ശ്യാം വീണ്ടും ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവുകയാണ്. എല്ലാവർക്കും സങ്കടവും സന്തോഷവും ഒരുപോലെയാണ്. കുഞ്ഞിച്ചക്കനെ പിരിയുന്നോർത്താണ് ശ്യാമിന് ഏറെ സങ്കടം. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ വാവയുമായി അത്രയും അടുത്തിട്ടുണ്ട്. രാധികയും സന്ധ്യ അവന് കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. വീണ്ടും എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്മയുടെയും ഏട്ടന്റെയും ഷാജിയുടെയും സന്ധ്യയുടെയും അനുഗ്രഹങ്ങളോടെ വേണിയുടെയും അമ്മയുടെയും ആശംസകളോടെ കുഞ്ഞിച്ചക്കനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവർ പുതിയിടത്തിലേക്ക് യാത്ര തിരിച്ചു. ശ്യാം പോയി കഴിഞ്ഞ് പിന്നെ 2 ആഴ്ചകൾ കൂടി കഴിഞ്ഞാണ് വേണിയും കുഞ്ഞും തിരിച്ച് ഹർഷന്റെ വീട്ടിലേക്ക് തന്നെ വരുന്നത്. വലിയ ചടങ്ങൊന്നുമില്ല. അവർ വീട്ടുകാരും മാത്രം. പക്ഷെ ശ്യാമുമില്ല. അവൻ ജോലി കയറിയതിൽ പിന്നെ തിരക്ക് തന്നെയാണ്. അങ്ങനെ വലിയ ഭാഗങ്ങളൊന്നും ഇല്ലാതെ ആ വ്യാഴാഴ്ച കുഞ്ഞുമായി വേണി വീട്ടിലേക്ക് വന്നു. രാധിക ആരതി ഒഴിഞ്ഞാണ് അമ്മയെയും കുഞ്ഞിനെയും സ്വീകരിച്ച്. അന്നത്തെ ദിവസം അവിടെ തന്നെയായിരുന്നു ഷാജിയും സന്ധ്യയും അമലും. തൊട്ടടുത്ത വീട്ടിലേക്ക് തന്നെയാണെങ്കിൽ പോലും 3 പേർക്ക് വലിയ സങ്കടമാണ് കുഞ്ഞിച്ചക്കൻ പോയതിൽ. ഈ ദിവസങ്ങൾ കൊണ്ട് എല്ലാവരുടെ സന്തോഷവും ആ കുഞ്ഞു മനുഷ്യനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവരുടെ ജീവിതം തുടങ്ങുന്ന അവസാനിക്കുന്ന അവനിലായിരുന്നു. എങ്കിലും ഇത് അനിവാര്യമാണെന്ന് അവർക്കും അറിയാം. സന്ധ്യയുടെ ലീവ് ഞായറോടെ തീരും. തിങ്കളാഴ്ച മുതൽ അങ്കണവാടിയിൽ പോയി തുടങ്ങണം. അപ്പോൾ പിന്നെ അവിടത്തേക്കാൾ നല്ല ഇവിടെ തന്നെയാണ്. വാവയെ കാണാൻ സമയമൊന്നും നോക്കാതെ വന്നു പോവാനും പറ്റുമെന്നുള്ളത് കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഹർഷൻ ഫ്രഷായി ഇറങ്ങിയപ്പോൾ വേണി വാവയെ ഉറക്കുകയാണ്. ബെഡിൽ കണ്ണും പൂട്ടി കിടക്കുന്നവൻ ഏകദേശം ഉറക്കം പിടിച്ചിട്ടുണ്ട്. എങ്കിലും വേണിയുടെ കൈ ആ കുഞ്ഞിത്തുടിയിലേതോ പാട്ട് മൂളിക്കൊണ്ട് തട്ടുന്നുണ്ട്. അവൻ കുഞ്ഞിയൊരു പുഞ്ചിരിയോട് അടുത്തേക്ക് ചെന്നു.
വേണിയുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് അവളുടെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ അവിടെയൊന്ന് മേളിലേക്ക് അടിച്ചു വിട്ടു. എന്നിട്ട് മുഖമുയർത്തി കുഞ്ഞിനെ നോക്കി. കുഞ്ഞിക്കൈ രണ്ടും ചുരുട്ടിപ്പിടിച്ച് വാരൽപ്പം തുറന്നുറങ്ങുന്നവനെ കാണെ അവന് വാത്സല്യാണ് കുട്ടി. താ റൂമിലേക്ക് പോരുന്നവരെയും മാമന്റെ കയ്യിൽ ചിരിച്ചും കളിച്ചിരിപ്പായിരുന്നു. അവൻ വേണിക്ക് മുകളിലൂടെ തന്നെ ഒന്ന് ഏന്തിക്കൊണ്ട് ആ ചുരുട്ടിപ്പിടിച്ച കയ്യിൽ ഉമ്മവച്ചു. അവന്റെ മീശരോമങ്ങൾ തട്ടിയെന്തോ കുഞ്ഞൊന്ന് അനങ്ങിയത് കണ്ടതും അവൻ അതുപോലെ തന്നെ അകന്നു മാറി. പതിയെ ആശ്വാസത്തോടെ തന്റെ അരികിൽ കിടക്കുന്നവനെ വേണിയൊന്ന് കൂർപ്പിച്ച് നോക്കി. ഉണർന്നില്ലല്ലോ. അവളുടെ നോട്ടം കാണെ അവൻ അതേ ഭാഗത്തോടെ തന്നെ തിരിച്ചു പറഞ്ഞു. ഉണർന്നിരുന്നെങ്കിൽ ഹർഷൻ ചേട്ടൻ തന്നെ ഉറക്കേണ്ടി വരുമായിരുന്നു. ഓ, നിനക്കിപ്പോ എന്നെക്കാളും ഇഷ്ടം വാവയാണല്ലോ. എപ്പോഴും വാവയുടെ കാര്യം മാത്രം. വാവയുടെ അച്ഛനെ അടക്കൊന്ന് പരിഗണിക്കാം. വ്യക്തമായ കുശുമ്പോടെ അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ വേണി ഒരു അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. മുകളിലേക്ക് നോക്കിക്കൊണ്ട് മുഖത്തൊക്കെ പരിഭവം നിറച്ചും പറയുന്നവനെ കാണെ അവൾക്ക് അവനൊരു കുഞ്ഞായി തോന്നി. തന്റെ കുഞ്ഞി ചെക്കനോളം പോകുന്നൊരു കുഞ്ഞ്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ താനാണ് കുശുമ്പും പരിഭവമൊക്കെ പ്രകടിപ്പിക്കാറ്. ഇനിയൊരു പക്ഷേ തന്റെ പെരുമാറ്റത്തിലോ സ്നേഹത്തിലോ അവനൊരു കുറവ് തോന്നിയോ? വേണി ഒരു നിമിഷം ചിന്തിക്കുകയും ചെയ്തു. വാവ എന്നിൽ പിന്നെ മറ്റാരെക്കാളും എന്തിനേക്കാളും വാവയ്ക്ക് തന്നെയായിരുന്നു പ്രാധാന്യം. തന്റെ എല്ലാ ശ്രദ്ധയും കുഞ്ഞിലേക്ക് മാറിയിരുന്നു. പക്ഷെ അതൊക്കെ ആവശ്യവുമായിരുന്നു. വാവയെ നോക്കുന്നതിനിടയിൽ താൻ ഹർഷൻ ചേട്ടനെ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മറന്നു കളഞ്ഞിരുന്നു. വേണി ഹർഷനിലേക്ക് തിരിഞ്ഞു കിടന്നു. ഹർഷൻ ചേട്ടനെ ഏറ്റവും ഇഷ്ടം വേണിയാണെന്നല്ലേ പറഞ്ഞു? വേണിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ഹർഷൻ ചേട്ടനെയാ. ആളവനെ തന്നിലേക്ക് തന്റെ മാറിലേക്ക് അമർത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഹർഷന്റെ ചുണ്ടുകൾ വിരിഞ്ഞു വന്നത് കേട്ടപ്പോൾ അവൻ മാറിലേക്ക് മുഖം ഒന്നുകൂടി ആഴ്ത്തി. ഉറങ്ങിക്കിടക്കുന്ന നൈറ്റിക്കുള്ളിലൂടെ അവന്റെ മുഖം ആ മൃദുലതയിലേക്ക് അമർന്നുപോയി. അമ്മിഞ്ഞ പാലിന്റെ മണം. ഹർഷൻ കൊതിയോടെ ശ്വാസമെടുത്തു. അവയിലേക്ക് തന്റെ മുഖം അതേ ഇഷ്ടത്തോടെ പിന്നെ അമർത്തി. വേണിയൊന്ന് പിടഞ്ഞുപോയി. ഹർഷന്റെ കൈകൾ അവളെ വലിഞ്ഞു മുറുക്കി. പല്ലുകൊണ്ട് ശിബ് വലിച്ചു താഴ്ത്തി. എനിക്കും വേണം. ഹർഷൻ അവിടുന്ന് മുഖമുയർത്ത പോലും ചെയ്യാതെ കൊതിയും വാശിയും കലർന്ന